നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും ചെറിയ പെരുന്നാൾ ആശംസകളോടുകൂടി വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിൽ വിശ്വസമുദ്ര കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ ഇടപ്പള്ളിക്കോട്ട മുതൽ കരുനാഗപ്പള്ളി കഴിഞ്ഞ് പുതിയകാവ് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ KMML അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പള്ളിക്കോട്ട ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ KMML ഭാഗത്തെ ഡ്രോൺ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, റെഡ് സോണാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം എടപ്പള്ളിക്കോട്ടയിൽ നമ്മൾ എത്തുമ്പോൾ, ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പണികൾ കുറച്ച് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് എടപ്പള്ളിക്കോട്ട ഭാഗത്തായിട്ട് എത്തുമ്പം നമുക്ക് കടന്നു പോകുന്നത്. അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗമായിട്ടാണ് ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടർപാസ് ഇവിടെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഡിലേ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന റോഡിൽ കുറച്ചങ്ങോട്ട് പോകുന്നിടത്താണ് വിശ്വസമുദ്രയുടെ യാർഡുള്ളത്. അപ്പോൾ അവിടുന്ന് വാഹനങ്ങളൊക്കെ പോകുന്നതിനും വരുന്നതിനും ഒക്കെ എനിക്ക് തോന്നിക്കുന്നത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇച്ചിരി ഡിലേ ആക്കി വെക്കുന്നതെന്നാണ് കരുതുന്നത്. നമ്മളത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വെറ്റമുക്ക് ഭാഗത്തേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുമ്പോട്ട് പോകുമ്പം ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് കുറച്ച് പണിയാൻ ബാക്കിയുണ്ട്. അറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് മാത്രമായിട്ടാണ് കുറച്ച് പണി കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. മുമ്പോട്ട് വരുമ്പം പള്ളിയുടെ മുമ്പിലായിട്ട് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. നേരെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമ്മൾ വെറ്റമുക്കിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തും. അതിനു മുമ്പായിട്ടൊരു കലുങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുറച്ചെങ്കിലും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പണിയാണ്, എങ്കിലും ഇപ്പോഴും ആ ഒരു കലുങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പോട്ട് വരുന്ന വഴിക്കായിട്ടുള്ള വെറ്റമുക്ക് ഭാഗത്തെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പണികളാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ഈ ഒരു വെറ്റമുക്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പണി അങ്ങോട്ട് സ്പീഡിലോട്ടാവുന്നില്ല. ഫ്രിക്ഷൻ സ്ലാബ് എടുത്തു വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്, എന്നാലും പണി പെട്ടെന്ന് തീരുന്നില്ല. ഇതാണ് വെറ്റമുക്കിൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള കാഴ്ചകൾ. മണ്ണിട്ട് ഏകദേശം ഒരു ലെവലാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് എടുത്തു വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറേ കൂടിയൊക്കെ മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ നമ്മൾ കുറ്റിവട്ടം ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറ്റമുക്ക് കഴിഞ്ഞിട്ട് കുറ്റിവട്ടം ഭാഗത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ ഈ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തെ കഴിയുമ്പോൾ ഈ KSRTC പോകുന്ന ഒരു വളവ്, അത് കണ്ടിട്ടൊരു ഡേഞ്ചർ വളവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് ആ ഒരു വളവ് വരുന്ന ഭാഗത്ത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ കുറ്റിവട്ടം ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ വെറ്റമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് ഉള്ളത്. വെറ്റമുക്ക് കഴിഞ്ഞേച്ച് പിന്നെ കുറ്റിവട്ടത്തിനും ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് പണി ഇങ്ങനെ കഴിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് അറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ ക്രാഷ് ബാരിയറിനകത്ത് വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കുന്ന പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ നേരെ മുമ്പോട്ട് നമ്മൾ കുറ്റിവട്ടം അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പം ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പാറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട്. മണ്ണിട്ടിൽ ഫില്ല് ചെയ്യുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റിവട്ടം ഭാഗത്തായിട്ട് ചെറിയൊരു അണ്ടർപാസാണ് പണിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു വലിയൊരു അണ്ടർപാസ് ആയിരുന്നു വരേണ്ടത്. കുറ്റിവട്ടത്തുനിന്ന് കിഴക്കോട്ടൊക്കെ ബസ് സർവീസൊക്കെ ഉള്ളതായിരുന്നു. അപ്പം ചെറിയൊരു അണ്ടർപാസ്സാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്.
നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം പിന്നെ ദാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് റീവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിൽ ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ കുറച്ചുകൂടി പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് സൈഡിലും വരുന്നത്. പിന്നെ ദാണ്ട് മുമ്പോട്ട് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ പഴയ റോഡിലോട്ട് മെർജ് ആയിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ കുറ്റിവട്ടം പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയും ഇടത്തേ സൈഡിലായിട്ട് ഇനിയും പുരോഗമിക്കാനുണ്ട്. നമ്മൾ കുറ്റിവട്ടം പെട്രോൾ പമ്പ് വരുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കന്നേറ്റി പാലം എത്തുന്നിടം വരെയുള്ള സ്ഥലത്തായിട്ട് കുറേയൊക്കെ കൂടി പണി പുരോഗമിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പുരോഗമിക്കാനുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വന്നിരിക്കുന്ന പണിയാണ് സർവീസ് റോഡിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത്ര ഏരിയയിൽ ഈ കാണുന്ന രീതിയിൽ പണി പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നേരെ നമ്മൾ ഇനി വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കന്നേറ്റി പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ട് തന്നെ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ സമരങ്ങളൊക്കെ ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം അവസാന ഘട്ടത്തിലായിട്ട് പണിയൊക്കെ പുരോഗമിച്ച് പതുക്കെയാണെങ്കിലും ഒരു പരുവത്തിന് ഈ ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഘട്ടത്തിലായിട്ടാണ് പലപ്പോഴും പല സ്ഥലത്തും അണ്ടർപാസ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സമരങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടെയും അണ്ടർപാസ് വേണമെന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു സമരം ഈ ഒരു ഭാഗത്തായിട്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഈ ഇടത്തെ ഈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഷെഡൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പല സംഘടനകളും അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സാണ് അവിടെ വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അണ്ടർപാസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ കന്നേറ്റി പാലം കയറുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടൊരു അണ്ടർപാസ് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കുറ്റിവട്ടം ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത്. ആ ഒരു ഭാഗത്താണെങ്കിൽ ചെറിയൊരു അണ്ടർപാസ്സാണ്. വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ കൊല്ലത്തുനിന്ന് വന്നിട്ട് കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വന്നേച്ച് തിരിയാൻ പറ്റിയില്ലെങ്കിലെന്ന് പിന്നെ കന്നേറ്റി പാലം ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ലാലാജി ജംഗ്ഷനിലോ പോയിട്ടേ പിന്നെ തിരിഞ്ഞു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പല സംഘടനകളെയും ഇപ്പം ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ അണ്ടർപാസിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് വരികയാണ്. പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണിയത്തില്ല. പഴയ പാലം അതുപോലെ തന്നെ നിലനിർത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടത്തെ സൈഡിലായിട്ട് പിന്നെ 3 വരിക്കായിട്ടുള്ള പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്തായിട്ട് നമ്മൾ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇടത്തെ സൈഡിൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ കന്നേറ്റി പാലം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്ത് ഇവിടെ കൾവർട്ടിൻ്റെ ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് നടന്നിട്ടുണ്ട്. വലുതായിട്ട് നടന്നിട്ടില്ല, കുറച്ച് മാത്രമായിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നേരെ നമ്മൾ മുമ്പോട്ട് വരികയാണ്. ഇനി കന്നേറ്റി പാലം കഴിഞ്ഞിട്ട് പിന്നെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ചൊക്കെ ഗർഡറുകൾ പിറക്കി അങ്ങോട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മുടെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗർഡറുകൾ ലോഞ്ച് ചെയ്യുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി. 19-ാം തീയതി എടുത്ത വീഡിയോ ആണ്. 19/3/2026 രാവിലെ എടുത്ത വീഡിയോ ആണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ലാലാജി ജംഗ്ഷൻ HNJ മാളിൽ എത്തിയിരിക്കുകയാണ്. HNJ മാളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടതു ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടത്തെ ഈ സൈഡിലായിട്ട് കുറേ കൂടി കോൺക്രീറ്റ് വർക്കുകൾ, ഗർഡറുകൾ സ്ഥാപിച്ചതിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലത്തെ സൈഡിലായിട്ട് പൈലിംഗ് കഴിഞ്ഞിട്ട് പിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം പല ആൾക്കാർക്കും തിരിഞ്ഞു പോകണമെങ്കിൽ കുറച്ചൊക്കെ കറങ്ങിയിട്ടൊക്കെ വേണം പല സ്ഥലത്തോട്ടും പോകാനായിട്ട്. കരുനാഗപ്പള്ളിയിൽ അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പം വലത്തെ സൈഡിലായിട്ടുള്ള KSRTC സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്നതിന് പലപ്പോഴും പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്.
അപ്പോൾ നേരെ നമ്മൾ പിന്നെ സിവിൽ സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് എത്തുന്നത്. സിവിൽ സ്റ്റേഷൻ വരുന്ന ഭാഗത്ത് വരെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഈ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിയൊക്കെ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് വരുമ്പം ഈ പെട്രോൾ പമ്പിൻ്റെ ഭാഗം ഇപ്പം വീണ്ടും ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ക്ലോസ് ചെയ്തും ഓപ്പൺ ചെയ്തും ഒക്കെ കൊടുക്കും. അപ്പം അത്യാവശ്യം ഈ ഒരു സിവിൽ സ്റ്റേഷൻ വരുന്ന ഭാഗത്തെ ആ ഒരു സൈഡിൽ നിന്ന് ഓപ്പണാക്കി കൊടുക്കാമായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. നേരെ നമ്മൾ മുമ്പോട്ട് AM ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് നമ്മൾ ഈ ഒരു ഭാഗം വരെ എത്തുമ്പം ഗർഡറുകളുടെ വെക്കുന്ന പണി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പം ഇടത്തെ സൈഡിലായിട്ടുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെയൊക്കെ വെക്കുന്ന പണി കുറച്ച് പുരോഗമിച്ച് കഴിയും. അപ്പം ഇപ്പോഴും ഗർഡറുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഗർഡർ വെക്കുന്ന പണി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് പിന്നെ മുമ്പോട്ട് നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ പുതിയ എത്തുന്നിടം വരെയുള്ള ഭാഗത്തേക്ക് പണികൾ കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് സൈഡിലെയും സർവീസ് റോഡും മെയിൻ റോഡിൻ്റെയൊക്കെ പണി കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. എങ്കിലും പ്രധാനപ്പെട്ട ഫൈനൽ ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കാനുണ്ട്. ആ ഒരു ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പലപ്പോഴും പല സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല. ഇപ്പം കുറച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കായംകുളത്തുനിന്ന് നേരെ ഹരിപ്പാട്ടിലോട്ട് പോകുമ്പം രാമൂരം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് ഇപ്പം ആറൂരിപ്പാതയുടെ ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ ആ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ടാറിംഗ് വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലപ്പുഴ ഭാഗത്തോട്ട് പോകുമ്പം അവിടെയും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. അല്ലാതെ വിശ്വസമുദ്ര കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ വേറെ പല സ്ഥലത്തും പണി ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്ത് പിന്നെ രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചിട്ടില്ല. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് നേരത്തെ ഇപ്പം ആറൂരിപ്പാതയുടെ ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്തുകൂടിയായിരുന്നു പുതിയ വഴി ഹരിപ്പാട്ടോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം വലത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ നേരെ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഷേഖ് മസ്ജിദ് കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം താജ്മഹൽ പള്ളി അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് പിന്നെ പുതിയ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദിൻ്റെ ആകാശ ദൃശ്യം. പലപ്പോഴും നമ്മൾ കരുനാഗപ്പള്ളി ഭാഗത്ത് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളിയിലോട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇടപ്പള്ളിക്കോട്ടയിലെയൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിച്ചിട്ട് കുറേ നാളായി. അപ്പം തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ താജ്മഹൽ പള്ളിയുടെ ഷേഖ് മസ്ജിദിൻ്റെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ഷേഖ് മസ്ജിദിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മുടെ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വവ്വക്കാവ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലത്തായിട്ടായിരുന്നു. അതായത് അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുറച്ച് സ്പീഡിലായിട്ട് നടന്നത്. അവിടെ ഇപ്പോഴും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പുറത്തെ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. ആറിവാൾ ബ്ലോക്ക് ഉയർത്തുന്ന പണി ആണ് പ്രധാനമായിട്ട്. അതിന് ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ആറിവാൾ ബ്ലോക്ക് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പുതിയകാവ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ്. പുതിയകാവ് കഴിഞ്ഞിട്ട് ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിയുന്ന ഭാഗം വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയകാവിൽ അണ്ടർപാസ് മാറ്റിയിട്ട് ഫ്ലൈ ഓവർ വേണമെന്നുള്ള സമരമൊക്കെ ഈ ഇടയ്ക്കായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയും പണി കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈ ഓവർ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും. വീണ്ടും നമ്മൾ ഓൾറെഡി ഇത് ലേറ്റായിട്ടുണ്ട്.
ഇപ്പം 4 കൊല്ലം ആവാറായിട്ടുണ്ട് 6 വരി പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ വീണ്ടും ലേറ്റായി കഴിഞ്ഞാൽ വീണ്ടും നീണ്ടുപോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, എടപ്പള്ളിക്കോട്ട മുതൽ കരുനാഗപ്പള്ളി കഴിഞ്ഞ് പുതിയ കാവ് വരെയുള്ള അപ്ഡേറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും, കാത്തിരിക്കുക.